ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നാം പഠിച്ചത് വിവിധ തരത്തിലുള്ള സംഖ്യകളെക്കുറിച്ചിട്ടാണ്, സംഖ്യാ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ്. പൊതുവായി രണ്ട് തരത്തിലുള്ള സംഖ്യകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് റിയൽ നമ്പർ, മറ്റേത് ഇമാജിനറി നമ്പർ. യഥാർത്ഥ സംഖ്യകളും അയഥാർത്ഥ സംഖ്യകളും. ആ റിയൽ നമ്പറിൻ്റെ അകത്ത് റേഷണൽ നമ്പർ, ഇറേഷണൽ നമ്പർ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി നാം ഈ ഓരോ സംഖ്യകളുടെയും ക്രിയകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഗണിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 4 ക്രിയകളാണുള്ളത് നമുക്കറിയാം. സങ്കലനം, എഡിഷൻ, വ്യവകലനം, സബ്ട്രാക്ഷൻ, ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ, ഹരണം, ഡിവിഷൻ. ഈ 4 ക്രിയകളാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ക്രിയകൾ. അപ്പോൾ ഇതേത് സംഖ്യ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യ എടുത്താലും ഇൻറ്റിജർ എടുത്താലും ഭിന്നസംഖ്യ എടുത്താലും ഈ ക്രിയകളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എണ്ണൽ സംഖ്യകളും 0 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഖണ്ഡ സംഖ്യകൾ എണ്ണൽ സംഖ്യകളോട് ഒന്നിച്ചാണ് പറയുന്നത്. 0 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്രിയകൾ ആദ്യം പറയുന്നു. ഇപ്പോൾ 2 സംഖ്യ എടുത്ത് കൂട്ടാൻ പറഞ്ഞാൽ അത് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ 286 പ്ലസ് 1743 എന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്തതിന് സ്ഥാനക്രമം എഴുതാറുണ്ട്. ഒറ്റയുടെ സ്ഥാനത്തിന് നേരെ ഒറ്റ, 10ൻ്റെ സ്ഥാനത്തിന് നേരെ 10, അങ്ങനെ സ്ഥാനക്രമത്തിന് നേരെ എഴുതി അത് കൂട്ടുന്നതിന് നമുക്ക് തടസ്സമില്ല. 6 3 9, 8 4 12, ബാക്കി 1, 1 2 3 7 10, ബാക്കി 1 1 2. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉത്തരം എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂട്ടുക എന്ന് പറയുന്ന ക്രിയ അവരുടെ സ്ഥാനക്രമം അനുസരിച്ച് എഴുതിയാൽ മതി. ഇനി കുറക്കലാണെങ്കിൽ ഇതേപോലെ തന്നെ സ്ഥാനക്രമം എഴുതി നമുക്ക് കുറക്കുന്നതിന് സാധിക്കും. 2345 മൈനസ് 763 എഴുതിയാൽ 5 3 കുറച്ചു 2. ചില ആൾ മുകളിലോട്ട് കൂട്ടിയിട്ട് കുറക്കൽ ക്രിയ ചെയ്യും. ചില ആൾക്കാർ മുകളിൽ നിന്ന് കടമെടുത്തിട്ട് ചെയ്യും. ഇപ്പോൾ 4 നിന്ന് 6 കുറക്കാൻ കഴിയില്ല നമ്മൾ പറയും. അപ്പോൾ 3 നിന്ന് 1 കടമെടുക്കുകയും 14 നിന്ന് 6 കുറച്ചാൽ 8ആയി. ഇപ്പോൾ ഇവിടെ 2 ഉള്ളൂ. 12 നിന്ന് 7 കുറച്ചാൽ 5ആയി. ഇനി ഇവിടെ 1 ഉള്ളൂ, 1. ഇത് മുകളിലോട്ടേ കൂട്ടി നോക്കിയാൽ ശരിയായിരിക്കും. 2 3 5, 8 6 14, 1 5 6 7 13, 1 2, 1552 നമുക്ക് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ 275 ഗുണിക്കണം 46. ഇപ്പോൾ അതും സ്ഥാനക്രമത്തിൽ എഴുതി. 6 5 30 0, ബാക്കി 3, 6 7 42 3 45, ബാക്കി 4, 6 2 12 4 16, 4 5 20 0, ബാക്കി 2, 4 28 2 30 0, ബാക്കി 3, 4 8 3 11. എന്നിട്ട് ഓരോ സ്ഥാനക്രമം 10ൻ്റെ സ്ഥാനം ഒറ്റയുടെ സ്ഥാനം എഴുതി, 10ൻ്റെ സ്ഥാനം എഴുതി, പിന്നെ അടുത്ത 100ൻ്റെ സ്ഥാനം എഴുതി. ഈ ക്രമത്തിലാണ് പോവുക. 0 5 6 2 12650 നമുക്ക് ഉത്തരം കിട്ടും. ഹരണക്രിയയിൽ ഹരിക്കുമ്പോൾ സാധാരണ 2645 ഹരിക്കണം 12 ആണെങ്കിൽ 2ൽ 12 ഇല്ല. 26ൽ 2 12 24, ബാക്കി 2 24, വീണ്ടും 2 12 24. അപ്പോൾ ശിഷ്ടമില്ല, 0. 5നെ താത്തിയിട്ടു, 5ൽ 12 ഇല്ല, 0. അപ്പോൾ ഇവിടെ 0 വരിക. അപ്പോൾ ശിഷ്ടം 5. അപ്പോൾ 220 ശിഷ്ടം 5 വരിക. ഹരണക്രിയ തുടരണമെങ്കിൽ ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് ഹരണക്രിയ തുടരാം. അപ്പോൾ 50 ഇട്ടിട്ട് അങ്ങനെ ഹരണക്രിയ തുടരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സംഖ്യകൾ, സാധാരണ സംഖ്യകൾ ഇവിടെ 4 ക്രിയകളും നമ്മൾ ചെയ്യുക. അപ്പോൾ ഹരിക്കുമ്പോൾ ഓർമ്മിക്കുക, ഓരോ സംഖ്യകളിൽ ഇപ്പോൾ ഒരു സംഖ്യയിൽ 2 ഉണ്ടോ 3 ഉണ്ടോ 4 ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി ചില സൂത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു സംഖ്യയിൽ 2256, ഈ സംഖ്യയിൽ 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ 2 ഉണ്ട്. കാരണം 1ൻ്റെ സ്ഥാനത്തെ അക്കം 0 2 4 6 8 ഇവ വന്നാൽ ഇത് 2ൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. ഇതിൽ 2 ഉണ്ട്. ഇതിനെ 2 പൂർണ്ണമായിട്ട് ഇതിനകത്ത് 2 കൊണ്ട് ഹരിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. 3 ഉണ്ടോ നോക്കാൻ വേണ്ടി സംഖ്യയുടെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കിയാൽ മതി. 2 2 4 4 5 9 9 6 15, 2 2 4 4 5 9 9 6 15. അപ്പോൾ ഇതിൻ്റെ തുക, ഈ അക്കങ്ങളുടെ തുക 15 ആണ്. ഈ 15 3ൻ്റെ ഗുണിതമായതുകൊണ്ട് ഇതിൽ 15 എന്ന് പറയുന്ന സംഖ്യ, ഈ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ അതിൽ 3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ സംഖ്യയിൽ 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി 4 ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ സംഖ്യയിലെ ഏറ്റവും അവസാനത്തെ 2 അക്കം 4ൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ 2 പൂജ്യമോ ആണെങ്കിൽ
അതിൽ 4 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ 56 മാത്രം പരിശോധിച്ചാൽ മതി. 56 4 ഉണ്ടോ നോക്കിയാൽ മതി. ഒരു 4 4, ബാക്കിയൊന്ന് 16, 16 4 16. അപ്പോൾ ഇതിൽ 4 ഉണ്ട്. ഈ അവസാനത്തെ രണ്ടക്കം 4ൻ്റെ ഗുണിതമായതുകൊണ്ട് ഇതിൽ 4 ഉണ്ട്. അവസാനത്തെ അക്കം 5 0 ആണെങ്കിൽ അതിനകത്ത് 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 5 അല്ല 6 ആണുള്ളത്. 5 അല്ലെങ്കിൽ 0 വന്നാൽ അതിൽ ആ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ 5 ഇല്ല. ഇനി അക്കം ഈ അവസാനത്തെ ഈ സംഖ്യയിൽ 2ഉം 3ഉം ഉണ്ടെങ്കിൽ ഇതിനകത്ത് 6 ഉണ്ടെന്ന് പറയാം. ഈ സംഖ്യയിൽ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ഈ സംഖ്യ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ 2 ഉണ്ട് 3 ഉണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ 6 ഉണ്ട്. 7 തൽക്കാലം പരിശോധിക്കുന്നില്ല. 7 പരിശോധിക്കാൻ കുറച്ചുകൂടി ദീർഘമായ പ്രക്രിയയുണ്ട്. 8 കൊണ്ട് പരിശോധിക്കണമെങ്കിൽ ഇതിനകത്ത് അവസാനത്തെ 3 അക്കം 8ൻ്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ 3 0 ആയിരിക്കണം. 3 0 അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കം 8ൻ്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ 256 ഹരിക്കണം 8, 24, ബാക്കി ഒന്ന് 16. 16ൽ 2 8 16, ശിഷ്ടം 0. അപ്പോൾ ഇതിനകത്ത് 8 ഉണ്ട്. 9 ആണെങ്കിൽ ഈ അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമാണെങ്കിൽ അതിനകത്ത് 9 ഉണ്ട്. അപ്പോൾ ഇവിടെ അക്കങ്ങളുടെ തുക 15 ആണ്. 15 9ൻ്റെ ഗുണിത അല്ല, അതുകൊണ്ട് 9 ഇതിനകത്തില്ല. ഏറ്റവും അവസാനത്തെ അക്കം 0 ആണെങ്കിൽ അതിനകത്ത് 10 ഉണ്ടെന്ന് പറയാം. അവസാനത്തെ അക്കം 10 0 അല്ലാത്തതുകൊണ്ട് ഇതിൽ 10 ഇല്ല. അപ്പോൾ ഈ സംഖ്യയിൽ 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് 5 ഇല്ല 6 ഉണ്ട് 7 ഇല്ല 8 ഉണ്ട് 9 ഇല്ല 10 ഇല്ല. 7 ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ 7 കൊണ്ട് ഹരിക്കൽ മാത്രമേ നിവൃത്തിയുള്ളൂ. 2256 ഹരിക്കണം 7, ഒരു 3 7 21, ബാക്കി ഒന്ന് 15ൽ 7 14, ബാക്കി ഒന്ന് 16ൽ 7 14. അപ്പോൾ ശിഷ്ടം 2 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 7 ഇല്ല. അപ്പോൾ മറ്റുള്ള 7 ഒഴികെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഈ സംഖ്യയിൽ പൂർണ്ണമായിട്ട് ഹരണം ക്രിയ നടത്തുന്നുണ്ടോ കാര്യമാണ് നമ്മളിവിടെ പരിശോധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് സംഖ്യകളുടെ 4 ക്രിയകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അഖണ്ഡ സംഖ്യയിലെ 0 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഖ്യയാണ്. ഒരു സംഖ്യ 5നോട് 0 കൂട്ടിയാൽ ഉത്തരം 5 ആണ്. 5ൽ നിന്ന് 0 കുറച്ചാലും ഉത്തരം 5 ആണ്. 5നെ 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആണ്. 5 ഹരിക്കണം 0 കൊണ്ടുള്ള ഹരണം സാധ്യമല്ല. 0 കൊണ്ടുള്ള ഹരണം സാധ്യമല്ല. 0 കൊണ്ട് നമുക്ക് ഹരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം 0 കൊണ്ട് ഹരിക്കാൻ നോക്കിയാൽ ആ സംഖ്യ ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഹരണക്രിയയിൽ 5/0 എന്ന ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ ഒരു കാരണവശാലും 0 ഉണ്ടായാൽ അത് ഹരണക്രിയ സാധ്യമല്ല എന്നാണ് പറയുക. അതിന് ഉത്തരമില്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഈ 4 0 കൂട്ടിയാൽ അത് തന്നെ ഉത്തരം. 0ത്തെ സങ്കലനത്തിൻ്റെ അനന്യതം എന്നാണ് സാധാരണ പറയാറുള്ളത്. 5 കുറക്കണം 0 5 ആണ്. 5 × 0 0 ആണ്. 5 ഹരിക്കണം 0 പറയാൻ കഴിയില്ല. ഇനി ഇതുപോലെ തന്നെ 1ൻ്റെത് 5 ഗുണിക്കണം 1 5 ആണ്. 5 ഹരിക്കണം 1 5 ആണ്. ഈ 2 കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതാണ് പ്രധാനമായും സംഖ്യകളിൽ സാധാരണ അഖണ്ഡ സംഖ്യ എണ്ണൽ സംഖ്യകളുടെ ക്രിയകളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. കൂട്ടൽ, കുറക്കൽ, ഗുണിക്കൽ, ഹരിക്കലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ, അതായത് പോസിറ്റീവ് പൂർണ്ണസംഖ്യ, നെഗറ്റീവ് പൂർണ്ണസംഖ്യകളുടെ സംഖ്യകളുടെ ക്രിയകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം.